പ്രിയപ്പെട്ടവരെയും എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വെറുപ്പും പിണക്കവും ഇരുന്നാൽ അത് നമ്മളെ എങ്ങനെയാണ് ആത്മീയമായിട്ട് ബാധിക്കുന്നത്? എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 26-27 വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, നീ കോപിച്ചു കൊള്ളുക, നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകരുത്, സാത്താന് നീ ഇടം കൊടുക്കരുത് എന്ന്. ഒരല്പം വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ മതി, നമ്മുടെ ഉള്ളിൽ പൈശാചികമായ ശക്തികൾ പ്രവേശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ നമുക്ക് ആരോടാണോ വെറുപ്പുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ, ഇപ്പോൾ എയും ബിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബിയിലുള്ള ചില തിന്മകൾ എന്നാൽ എയ്ക്കില്ല, ആ ബിയിലുള്ള തിന്മകൾ എയിലേക്ക് വരും. എയിലുള്ള തിന്മ ആ തിന്മ ബിക്ക് ഇല്ലാത്തതാണ്, പക്ഷേ എയിൽ നിന്ന് ബിയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. നിനക്ക് ആരോടാണോ വെറുപ്പുള്ളത് ആ വെറുപ്പുള്ള വ്യക്തിയിൽ നിലനിൽക്കുന്ന തിന്മകൾ വെറുപ്പിലൂടെ സാത്താൻ നിന്നിലേക്ക് കൈമാറ്റം ചെയ്യും. അതുകൊണ്ടാണ് പൗലോസിനെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, നിനക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ട് അത് വെച്ചുകൊണ്ടിരുന്നേക്കല്ലേ. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ആരോടാണോ വെറുപ്പുള്ളത് അവരിലുള്ള തിന്മ നിന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ധ്യാനമന്ദിരത്തിൽ കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. ചില ആളുകളോടെ ധ്യാനിക്കാൻ വരും. 18-19 വയസ്സൊക്കെ പ്രായമുള്ള ചില യുവാക്കന്മാർ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിപ്പെട്ട് വരികയാണ്. അവർ നല്ലൊരു വിഭാഗത്തോട് സംസാരിക്കുമ്പോൾ അവരുടെ അപ്പനും മദ്യപാനിയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൻ ഇങ്ങനെ മദ്യപിക്കുമ്പോൾ നിനക്ക് 10 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ അപ്പൻ്റെ മദ്യപാനം മൂലമുള്ള ബുദ്ധിമുട്ട് നീ തിരിച്ചറിഞ്ഞിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ അത് കാരണം നിൻ്റെ കുടുംബമെല്ലാം വളരെയധികം വേദനിച്ചു, വിഷമിച്ചു, നീയും അതിൽ പങ്കുചേർന്നു എന്നൊക്കെ നീ മനസ്സിലാക്കിയിട്ടും അതേ തിന്മയിലേക്ക് നീ പോകുന്നു. ഉണ്ടോ? അതേ തിന്മയിലേക്ക് പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം കുടുംബങ്ങൾ ലഹരിക്ക് അടിപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അടുത്ത തലമുറ അതിനേക്കാൾ കൂടുതലായിട്ട് അതിനകത്ത് ചെന്ന് വീഴുന്നു. അതെന്തുകൊണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ധ്യാനമന്ദിരത്തിൽ വന്ന ഒരു സഹോദരൻ, അവൻ്റെ അപ്പൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. 12ാമത്തെ വയസ്സിൽ ഇവർ 12 വയസ്സുള്ളപ്പോൾ അപ്പം മരിച്ചു. സാമാന്യം ഭേദപ്പെട്ടൊരു കുടുംബമായിരുന്നു. എല്ലാം നശിപ്പിച്ച് വെണ്ണീറാക്കി ഒരു വാടക വീട്ടിൽ താമസമാക്കി അവസാനം ലിവർ സീറോസിസ് വന്നപ്പോഴാണ് അപ്പം മരിക്കുന്നത്. ഒറ്റ പൈസയില്ല. പിന്നെ വിൻസെൻ്റ് പോൾ സെക്രട്ടറിയാണ് കുടുംബത്തെ സഹായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്പൻ വീട് പൊളിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന വൈരാഗ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പനോടുള്ള വെറുപ്പ്, മദ്യപാനത്തോടുള്ള എതിർപ്പ്, അത് കാരണം അവനവിടെ മദ്യവർദ്ധന കമ്മിറ്റിയിലൊക്കെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരൊരു ദിവസം എങ്ങനെയോ കുടിച്ച് ഒരു വല്ലാത്ത പരുവത്തിൽ ധ്യാനമന്ദിരത്തിൽ കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി, അപ്പൻ്റെ മദ്യപാനത്തിൻ്റെ മുഴുവൻ കുഴപ്പങ്ങളും തിരിച്ചറിഞ്ഞ ഈ യുവാവ് എന്തുകൊണ്ട് ഇവനും ലഹരിക്കടിപ്പയാകുകയാണ്? ഇത് എങ്ങനെ സംഭവിച്ചു? തന്നെയല്ല ഇവൻ ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ എങ്ങനെ ഇവൻ ഇതിനകത്ത് ചെന്ന് പെട്ടു? ഇപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ വെളിപ്പെടുത്തൽ ഇതാണ്. അതായത് ഇവന് അപ്പനോട് വെറുപ്പുണ്ട്. ആ വെറുപ്പ് വഴി അപ്പനിലുള്ള തിന്മ ഇവനിലേക്ക് കടന്നു. ഇതാണ് കാര്യം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇതൊരു പൈശാചിക പീഡയാണ് ഈ മദ്യപാനം. അത് വന്നത് വെറുപ്പിലൂടെയാണ്. നിനക്ക് അപ്പനോടുള്ള വെറുപ്പ് കളയണം.
തന്നെയല്ല, ആ വെറുപ്പിന് വളരെയധികം ഊന്നൽ കൊടുത്തിട്ടുണ്ട് അവൻ്റെ അമ്മ. അപ്പനായിട്ട് നമ്മളെ ഇതുപോലെ ആക്കിയിട എന്നൊക്കെ ഇടയ്ക്ക് പറയും. അങ്ങനെ അപ്പനോട് വെറുപ്പ് കിടക്കുകയാണ്. ആ അപ്പനോടുള്ള വെറുപ്പ് അവൻ്റെ ഉള്ളിൽ അപ്പനിലുള്ള അതേ തിന്മ സാത്താൻ കൈമാറ്റം ചെയ്തു കൊടുത്തു. ഇത് ചിലർ സംഭവിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സായി. അപ്പോൾ ഭാര്യ ഉന്നയിച്ചത് ഭർത്താവ് കുടുംബജീവിതത്തോടെ അവിശ്വസ്ത പുലർത്തിയിരിക്കുന്നു, ഏക്കെന്തോ തെറ്റായൊരു ബന്ധമുണ്ടായി, അത് ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കുറേ കഴിഞ്ഞപ്പോഴിതാ അയാളുടെ ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയും ഇതേ തിന്മയ്ക്കകത്ത്, അത് അതിനേക്കാളും ഭയങ്കരമായ വിധത്തിൽ ഒരിക്കലും അതിനകത്ത് നിന്ന് പിന്മാറാൻ പറ്റാത്തവണ്ണം അത് പൈശാചിക പീഡയായതുകൊണ്ട് എന്നെ ശ്രമിച്ചാൽ അതിനകത്ത് എഴുന്നേറ്റ് വരാൻ പറ്റാത്തവണ്ണം പീഡയ്ക്കകത്തായി. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തലയിൽ ഒരു വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര അപകടമാണ്. അതൊന്നിലെ ഭയത്തിലേക്കും സംശയരോഗത്തിലേക്കും നയിക്കും. അതുപോലെ തന്നെ വിട്ടുമാറാത്തവണ്ണം ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. ഹല്ലേലൂയ. ചില അഡിക്ഷൻസ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കും. അങ്ങനെ നമ്മളെ ശാരീരികമായും മാനസികമായും ആത്മീയമായും അത് നശിപ്പിക്കും. നമുക്കറിയാം, ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹത്തിനെതിരായ ചിന്ത, നമ്മുടെ എല്ലാ നെഗറ്റീവ് ചിന്തയ്ക്കകത്തും അത് ബൈബിൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് അത് സ്നേഹത്തിനെതിരായ ചിന്തയാണ് എന്നാണ്. ഭയം അത് സ്നേഹത്തിനെതിരായ ചിന്തയാണ്. ആകുലത അത് സ്നേഹത്തിനെതിരാണ്. നിരാശ അത് സ്നേഹത്തിനെതിരാണ്. എല്ലാ നെഗറ്റീവ് ചിന്തകളും സ്നേഹത്തിനെതിരാണ്. അങ്ങനെയാണ് ബൈബിളിൽ വ്യാഖ്യാനിച്ചു തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിചാരിക്കും നിരാശ മാറാനായിട്ട് വേണ്ടത് പ്രത്യാശയാണ്. അപ്പോൾ എവിടെ നിന്ന് പ്രത്യാശ കിട്ടും? പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അത് സ്നേഹത്തിനെതിരായ ഒരു കാര്യമാണ്. നാം സ്നേഹത്തിൽ വളർന്നു കഴിയുമ്പോൾ നമ്മളിലെ ഭയം മാറും, ആകുലത മാറും, ഉത്കണ്ഠയൊക്കെ മാറും. എവിടെയോ സ്നേഹത്തിൽ വളരാതെ നമ്മുടെ ലൈഫ് അങ്ങനെ എവിടെയോ മുട്ടി അത് നമ്മളിലേക്ക് ചുരുങ്ങി ഇരിപ്പുണ്ടായി. സ്നേഹത്തിന് എതിരായ ഒന്നാണ് നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത. സ്വാർത്ഥനായ മനുഷ്യൻ ഒരിക്കലും വളരുന്നില്ല. നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതല്ല സ്നേഹത്തിൻ്റെ വളർച്ച, അത് സ്വാർത്ഥതയ്ക്കെതിരാണ്. ഒന്ന് കൈ ഉയർത്തി കൈയടിക്കുക. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് പരിശോധിച്ച് നമുക്ക് ആരോടെങ്കിലേക്ക് ക്ഷമിക്കാൻ കടപ്പുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ടൊരു കാര്യമാണ്, ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകി വരണമെങ്കിൽ നമ്മൾ രമ്യതയിലായിരിക്കണം. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിനെതിരായ ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കൊന്ന് ക്ഷമിക്കുവാനുള്ള തീരുമാനമെടുക്കണം. ക്ഷമിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാൻ കാരണം, ഒന്നാമത്തെ കാര്യം, നമ്മുടെ തല ചില നുണച്ചിന്തകൾ നമ്മുടെ തലയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നുണ എപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ശരിയാന്ന് തോന്നിപ്പോകും. വളരെ പ്രബലമായ ഒരു നുണച്ചിന്തയാണ്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക. കേട്ടിട്ടുള്ളവരെല്ലാം ഒന്ന് കൈവയ്ക്കുകയും അറിയില്ല. അതിനർത്ഥം എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരാണോ നിന്നെ ഉപദ്രവിച്ചത് അവനെ കൊണ്ട് വേണം അതിന് പരിഹാരം ചെയ്യിപ്പിക്കാൻ. ആരാണോ നിനക്ക് നഷ്ടം വരുത്തിയത് അവനെ കൊണ്ട് വേണം അതിന് പരിഹാരം ചെയ്യിപ്പിക്കാൻ. ആരാണോ നിനക്ക് മുറിവുണ്ടാക്കിയത് അവനെ കൊണ്ട് വേണം ഈ മുറിവ് ഉണക്കിക്കാൻ. ഇതാണ് നമ്മുടെ തല പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യമാണത്.
നിന്നെ മുറിവേൽപ്പിച്ച വ്യക്തിക്ക് എന്ത് സൗഖ്യം തരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്? എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ധരിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. നിനക്ക് ആരെ എന്തൊക്കെ നഷ്ടം വരുത്തിയാലും ആ നഷ്ടം മുഴുവനും ദൈവമാണ് നിനക്ക് പരിഹരിച്ചു തരുന്നത് എന്ന കാര്യം. ഇത് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വെളിപ്പെടുത്തലാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, കുരിശിൽ വളരെയധികം പീഡകൾ സഹിച്ച് ആ പീഡകളുടെ മധ്യേ യേശു കുരിശിൽ മരിക്കുകയാണ്. മരിച്ച യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ യേശുവിലേക്ക് നമ്മൾ നോക്കുകയും കുരിശിൽ നഷ്ടപ്പെട്ടതെല്ലാം യേശുവിന് വീണ്ടും കിട്ടി. മരണം ഉയർപ്പായി, അപമാനത്തിന് കുരിശ് രക്ഷയുടെ ചിഹ്നമായി, ക്രിസ്തുവിന്റെ ശരീരത്തിലെ മുറിവുകൾ രോഗത്തെ സുഖപ്പെടുത്തുന്ന ഔഷധമായി. യേശു ചിന്തിയ രക്തം പാപമോചനത്തിന് രക്തമായിട്ട് മാറി. അതായത് കുരിശിൽ നഷ്ടപ്പെട്ടത് മുഴുവനും പിതാവായ ദൈവം യേശുവിന് തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കുരിശിൽ നഷ്ടപ്പെട്ടതെല്ലാം യേശുവിന് തിരിച്ചു കിട്ടി. പക്ഷേ അത് തിരിച്ചു കിട്ടിയത് നഷ്ടപ്പെടുത്തിയവർ യേശുവിനെ മടക്കി കൊടുത്തതല്ല. എന്താണോ നഷ്ടപ്പെട്ടത് അത് മുഴുവൻ പിതാവാണ് മടക്കി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് പറയുകയാണ്, നിനക്കിവിടെ എന്ത് നഷ്ടപ്പെട്ടാലും ശരി, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് മടക്കി തരും. വീണ്ടും ആ ഈശോയ്ക്ക് പറയാനുള്ളത്, ആരാണോ നഷ്ടപ്പെടുത്തിയത് അവരല്ല നിനക്ക് മടക്കി തരുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് മടക്കി തരുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലർ ഇങ്ങനെ പറയും, അല്ല എന്നിട്ട് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടൊന്നും മടക്കി കിട്ടുന്നില്ലല്ലോ, ഇപ്പോഴും നഷ്ട ചിന്തയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നു, പിന്നെ തരാത്തത്? ഹല്ലേലൂയ. അത് തരാത്തതിന് പ്രധാനപ്പെട്ട കാരണം, നമുക്ക് നഷ്ടപ്പെട്ടത് ആരാണോ നഷ്ടപ്പെടുത്തിയത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ടാണ് നമ്മുടെ മനസ്സ് നടക്കുന്നത്. നമ്മൾ ദൈവപിതാവിൻ്റെ പക്കലേക്ക് മനസ്സ് ഉയർത്തുന്നില്ല. ദൈവപിതാവിൻ്റെ പക്കലേക്ക് മനസ്സുയർത്തിയാലേ നഷ്ടപ്പെട്ടത് മുഴുവനും മടക്കി കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ദൈവപിതാവിൻ്റെ പക്കലേക്ക് മനസ്സുയർത്തുന്നില്ല എന്നതിൻ്റെ അടയാളം എന്താണ്? നമ്മുടെ മനസ്സ് ദൈവമല്ലാത്ത വേറെ എന്തിൻ്റെയൊക്കെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെറ്റാത്ത അടയാളമാണ് നമ്മുടെ ഉള്ളിലെ വെറുപ്പ്, ദേഷ്യം, അരിശം, പരാതി, പരിഭവം, അസംതൃപ്തി, ദുഃഖം. ഇതെല്ലാം ദൈവമല്ലാത്ത വേറെ എന്തോ ഒന്നിൻ്റെ പുറകെ നീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊരിക്കലും അതിൽ നിന്ന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ആ നിരാശയും ദുഃഖവും നീ മാറ്റിക്കളഞ്ഞ് നീ ദൈവപിതാവിൻ്റെ പക്കലേക്ക് നോക്കുക. അങ്ങനെ നീ നോക്കിയാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും ഇതാ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കയ്യിൽ, എല്ലാം അപ്പൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് നിനക്ക് കാണിച്ചു തരും. അപ്പം നഷ്ടപ്പെട്ടു പോയത് ആരാണോ നഷ്ടപ്പെടുത്തിയത് അവരുടെ കയ്യിലല്ല ഇരിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ആ പിതാവിൻ്റെ പക്കലേക്ക് നീ മനസ്സുയർത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഉള്ളിലെ ദേഷ്യവും അരിശവും പരാതിയും പരിഭവവും ഇതെല്ലാം നീങ്ങിപ്പോകും. ഇത് നമ്മുടെ ഉള്ളിൽ ആരാണോ നമുക്ക് നഷ്ടപ്പെടുത്തിയത് നമ്മളെ അവരുമായി ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ വെറുപ്പുണ്ടായാൽ ആരാണോ നിനക്ക് വേദനയും വിഷമതയൊക്കെ തന്നത് നീ തന്നെ നിന്നെ ആ വ്യക്തിയുമായിട്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നീയാണ് വെറുപ്പ് മാറ്റിക്കളയേണ്ടത്. ആ വെറുപ്പ് മാറ്റിക്കളഞ്ഞാൽ നീ പിതാവിൻ്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞു. വെറുപ്പിരിക്കുന്നിടത്തോളം കാലം ആരോട് വെറുപ്പിരിക്കുന്നോ അവരുടെ കീഴിലാണ് നീ ഇരിക്കുന്നത്. നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടായാൽ നമ്മൾ അറിഞ്ഞിരിക്കണം, ആരോടാണോ നിനക്ക് ദേഷ്യമുള്ളത് ആ വ്യക്തിയുടെ അടിയിൽ നീ നിന്റെ ജീവിതം കൊണ്ടുവന്ന് വെക്കുകയാണ്. നീ നിന്റെ ജീവിതം ആ വ്യക്തിയുടെ കീഴിൽ വെച്ചാൽ ആ വ്യക്തിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ആരോടാണോ വെറുപ്പുള്ളത് ആ വെറുപ്പ് നിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം
ആരോട് നിനക്ക് വെറുപ്പുണ്ടോ ആ വ്യക്തിക്ക് നിന്നെ വൈകാരികമായിട്ട് പോലും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നീ തന്നെയാണ് അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത്. നിനക്ക് ആരോടെങ്കിലും വൈരാഗ്യവും വെറുപ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നീ നിന്നെ തന്നെ ആ വ്യക്തിയുടെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആ വ്യക്തിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കാരണം വെറുപ്പും പിണക്കവും എല്ലാം ഒരു പൈശാചികമായ കാഴ്ച നിന്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ അവരുടെ കയ്യിൽ ഇരിക്കുകയാണെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഒരു പുതിയ കാഴ്ച നിനക്ക് കിട്ടും. എന്താണ്? നഷ്ടപ്പെട്ടതെല്ലാം ഇതാ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കയ്യിൽ. പിന്നെ നമ്മൾ അവരുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇതാ നിന്റെ ഉള്ളിൽ നിന്ന് വെറുപ്പും വൈരാഗ്യവും വിട്ടുപോകുകയായി. ഈ കാഴ്ച നിനക്ക് ലഭിക്കും. ഈ കാഴ്ച കിട്ടുന്നവരെയും നീ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ മറ്റുള്ളവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നിടത്തോളം കാലം എന്തൊക്കെയോ അവരോട് നിനക്ക് ദേഷ്യവും അരിശവും വെറുപ്പും പിണക്കവും നിന്റെ ഉള്ളിൽ നിലനിൽക്കും. നഷ്ടപ്പെട്ടത് മുഴുവനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ കയ്യിൽ നീ കണ്ടാൽ, ഒരിക്കൽ നീ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. നമുക്കൊന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് രണ്ട് കൈകളൊന്ന് മുകളിലേക്ക് ഉയർത്താം. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ നഷ്ടബോധ ചിന്തകൾ കിടപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി ചിന്തിക്കുക, അയ്യോ എനിക്ക് വേണ്ട പോലെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോൾ ആരാണ് സ്നേഹം തരേണ്ടിയിരുന്നത്? എൻ്റെ അപ്പനമ്മയും സ്നേഹം തന്നില്ല, അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലം മുഴുവൻ ദുഃഖപൂർണ്ണമായിരിക്കുന്നു. ഇനി വേറൊരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് സ്നേഹം തരേണ്ട എൻ്റെ ജീവിത പങ്കാളി എനിക്ക് സ്നേഹം തരുന്നില്ല, അത് അവരുടെ കയ്യിലിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ എനിക്ക് തരുന്നില്ല, അത് അവരുടെ കയ്യിലിരിക്കുകയാണ്. നീ ദൈവാത്മാവോട് പ്രാർത്ഥിച്ചേ, ഇതാ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവനും ഇതാ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കയ്യിലിരിക്കുന്നു. ആ പിതാവിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ആ പിതാവിനെ നീ വിളിക്കാൻ തുടങ്ങുമ്പോൾ നിന്നിലേക്ക് സൗഖ്യം കടന്നു വരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മുഴുവനും സ്വർഗീയ പിതാവിൻ്റെ കയ്യിൽ കാണാൻ തയ്യാറായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്, വിദ്വേഷം, അരിശം, പരാതി, പരിഭവം, ഇത് മുഴുവനും അവയുടെ വേര് മുഴുവൻ അറ്റുപോകും. കാരണം നീ നഷ്ടപ്പെട്ടത് ഇപ്പോൾ സ്വർഗീയ പിതാവിൻ്റെ കയ്യിലാണ് കാണുന്നത്, നഷ്ടപ്പെടുത്തിയവരുടെ കയ്യിലേ അല്ല. ആ സ്വർഗീയ പിതാവിൻ്റെ കയ്യിൽ നീ കണ്ട് എല്ലാവരും ഒന്ന് ഉറക്കെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിനക്ക് നഷ്ടപ്പെട്ടത് നീ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കയ്യിൽ കണ്ടാൽ, ഇന്ന് നീ കണ്ടാൽ നാളെ അത് മുഴുവനും നിന്റെ കയ്യിലേക്ക് വരാൻ തുടങ്ങും. ഇന്ന് നീ കണ്ടാൽ നാളെ അത് മുഴുവൻ നിന്റെ കയ്യിലേക്ക് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ മറ്റുള്ളവരുടെ കയ്യിൽ കണ്ടാലോ നമ്മുടെ ഉള്ളിൽ മുഴുവനും വെറുപ്പും പിണക്കവും കൊണ്ട് ഒരിക്കലും ദൈവപിതാവിൻ്റെ പക്കലേക്ക് മനസ്സുയർത്താൻ പറ്റാത്തവണ്ണം നമ്മളൊരു അടിമത്തത്തിൻ്റെ അകത്ത് കിടക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18 ഈശോ പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഉപമയുണ്ട്. ആ ഉപമ, ഒരു രാജാവിന് ഒരു സേവകൻ 10,000 താലന്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ചിലപ്പോൾ സാവകാശം തരണം എന്ന്. എന്നാൽ സത്യം എന്താണ്? ഒരിക്കലും അവരത് കൊടുത്തു തീർക്കാൻ പറ്റാത്ത തുകയാണത്. പക്ഷെ എന്നാലും അവന് വിചാരം എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റുമെന്നാണ്. ഏതായാലും രാജാവ് സത്യം മനസ്സിലാക്കിയിട്ട് രാജാവ് അവരോട് പറഞ്ഞു, എനിക്കത് തരേണ്ട, അത് കൊണ്ടുപോകും, നിനക്ക് ഇളച്ചു തന്നിരിക്കുന്നു. അങ്ങനെ 10,000 താലന്ത് ഇളച്ചു കിട്ടിയ സന്തോഷത്തോടെ മടങ്ങിയ ഇവൻ, നമ്മൾ വായിക്കുകയാണ്, 100 ദനാറ തരാനുണ്ടായിരുന്ന ആളെ കണ്ടപ്പോൾ അത് ചോദിക്കുകയും അത് തരാത്തതിൻ്റെ പേരിൽ അവനെ ദേഹോദ്രവം ചെയ്യുകയും അവനെ പിടിച്ച് കൂട്ടിയിടുകയും ചെയ്തു. ഇത് രാജാവ് അറിഞ്ഞു.
രാജാവ് ഇവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് 10,000 താലന്തല്ലേ ഇളച്ചു തന്നത്? ഞാൻ തന്ന ഇളവിൽ നിന്ന് ഒരു ചെറിയൊരു അംശം നിനക്ക് അവന് ഇളച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. 10,000 താലന്ത് 10,000 രൂപയാണെന്ന് ചിന്തിച്ചാൽ 100 ദിനാർ എന്ന് പറഞ്ഞ് വെറും ഒരു പൈസയാണ്. 10,000 രൂപ ഇളച്ചു കിട്ടിയവന് ഒരു പൈസ ഇളച്ചു കൊടുത്തില്ല. അപ്പം രാജാവ് എന്താ ചെയ്ത്? രാജാവ് ആ 10,000-ൻ്റെ അളവ് പിൻവലിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇത് വലിയൊരു ആത്മീയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്? കാരണം അവർ വരുത്തിയ നഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഉപമ നമ്മളോട് പറയുകയാണ്, നീ ക്ഷമിക്കാത്തത് മൂലം നിനക്ക് സംഭവിക്കുന്ന നഷ്ടം അത് നിന്റെ സങ്കല്പത്തിന് അതീതമാണ്. അതുപോലൊരു നഷ്ടം വേറെ ഇല്ല. ഒരിക്കലും നിനക്ക് വീട്ടാൻ പറ്റാത്ത വണ്ണമുള്ള വലിയ ഒരു തകർച്ചയിലേക്കാണ് നിന്നെ കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ദൈവം തന്ന ഇളച്ചു തന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഇളച്ചു കൊടുക്കാത്തത്. നമ്മുടെ തല മുഴുവനും മറ്റുള്ളവരെ തരാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പർവ്വതീകരിച്ച് അവരെൻ്റെ ബാല്യകാലം നഷ്ടപ്പെടുത്തി, എൻ്റെ സന്തോഷകരമായ ജീവിതം നഷ്ടപ്പെടുത്തി, എൻ്റെ ഭാവി കളഞ്ഞു, എൻ്റെ സൽപ്പേര് കളഞ്ഞു, ഇങ്ങനെ 100 കണക്കിന് ചിന്തകൾ കൊണ്ട് നമ്മുടെ തല നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് ഇളച്ചു തന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തത്. നമ്മുടെ കയ്യിലുള്ളത് മുഴുവനും ദൈവം ഇളച്ചു തന്നതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള അനുഗ്രഹം നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും.